എമ്പുരാൻ ഞങ്ങൾ കാണാൻ പറ്റുന്ന അത് വിടിയില്ല. പിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മനുഷ്യനോട് ഇല്ല. അത് ചൊല്ലിയതാ അത് ചൊല്ലിയത് അതിനെപ്പറ്റി നിങ്ങൾ എന്താ സംസാരിച്ചേ? ഞങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഭാഷയാണ്. ഞാൻ ഈ ഭാഷ ഈ കൊച്ചി നഗരത്തിൽ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ഭാഷ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കാര്യം? തിരുനാൾ പർച്ചേസ് പിന്നെ സിനിമ ഉണ്ടല്ലോ എമ്പുരാൻ. ഓ അതെ, അങ്ങനെ വന്നതാ. ആണല്ലേ. അപ്പൊ ഞാനിത് കേട്ടിട്ടില്ല. എനിക്കിതൊന്ന് പഠിപ്പിച്ചു തരാം. ഏത് ഭാഷ? ഈ ഭാഷ ഇതെങ്ങനെ പഠിക്ക? ഇത് പഠിപ്പിക്കാം. മറ്റേ ഫോട്ടോഗ്രാഫി പോലെ അല്ല, ചേച്ചിയെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു പഠിപ്പിക്കാം. പിന്നെന്താ, ഒരു ഇന്റർവ്യൂ തരുമെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി വിളിച്ചിരുന്നു. ആ ചേച്ചി ഞാനാണ്. ശരി, നമുക്ക് ഇന്റർവ്യൂയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷം. ഓ തീർച്ചയായിട്ടും. മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ലക്ഷദ്വീപിൽ പരിഷ്കാരികൾ. അല്ല, ഞങ്ങള് തമ്മിൽ സംസാരിച്ചാൽ ഞങ്ങള് പരിഷ്കാരികളാണ്. കപ്പലേറിപ്പോ വസ്ത്രം മാറ്റിക്കുന്നതാണ്. ചുറ്റും കടലുള്ളവരിടം അതിനുള്ള കുറെ ആൾക്കാരെ ഇങ്ങനെ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ സന്തോഷങ്ങളെല്ലാം കണ്ടെത്തി ജീവിച്ചു പോണ്ട ഒരു കൂട്ടം സമൂഹം എന്നാണ് നാം വിചാരിക്കുന്നത്. അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കല്യാണത്തിന്റെ കേട്ടോ. അപ്പൊ കല്യാണം കഴിഞ്ഞ 1-2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് നേരം വെളുപ്പിക്കാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് നൈറ്റ് കൂട്ടിന് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ പോകും, നമ്മുടെ ഫ്രണ്ട്സിന് ഫസ്റ്റ് നൈറ്റ് കൂട്ടി സിനിമ കണ്ടവല്ലാണ് നടുക്ക് ഞാൻ കിടക്കും. അവരുടെ ഭാഷയിൽ എങ്ങനെയാണെന്നറിയോ? തിബ നാം കേക്കത്തി, തിബ നാം കേക്കത്തി. മദ്യം കൊടുക്കുന്ന ഒരു ദ്വീപേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കവർത്തിയിലും ഒരു ബാറുണ്ട്, ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയ പോലെ കയറിയിരുന്ന് അടിക്കാനൊന്നും പറ്റില്ല. എന്തായിരിക്കും അവസ്ഥ? ചിരിയിൽ എന്തോ ഉണ്ടല്ലോ. എല്ലാം ചിരിച്ചു പോയതാണ്. അങ്ങനെയാണ് എന്റെ ഇന്റർവ്യൂ അല്ലേ, സെറ്റ് ആയിരിക്കുന്നത്. വെച്ചടി കേറ്റായിരിക്കും. വെച്ചടി കേറ്റായിരിക്കും. അതിൽ എന്ത് സംഭവിക്കാം? നാറ് നൂറ് ഹവാമാ തുറാബ് ആറുമാറിൽ അറിന്തേ സവാബ് കൂറ് കൂടിയ കൂട് കൂടിയ തത്തമ്മ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഹായ്, ഹലോ, നമസ്കാരം. പൊതുവെ നമ്മൾ അനാർക്കലി സിനിമ കാണുമ്പോൾ നമ്മളെ ആ സിനിമയെ കഴിഞ്ഞ് മൂപ്പറ്റി നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിച്ചത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെയാണ്. അവിടെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരാളെ ഞാൻ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപ് വ്ളോഗർ മുഹമ്മദ് സാദിഖ്. വെൽക്കം ടു കൊച്ചി. അപ്പം ലക്ഷദ്വീപിൽ നിന്ന് ഒരാള് ആദ്യമായിട്ട് വന്നൊരു ഇന്റർവ്യൂ തരാണ്. ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഉറപ്പിച്ച് പറ ബ്രോ, എല്ലാരും കേൾക്കട്ടെ. ലക്ഷദ്വീപ് ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗർ വന്നിട്ട് മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ആദ്യമായിട്ടായിരിക്കും. എന്റെ ഒരു അറിവിൽ ഇല്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോ ഇല്ലായിരുന്നു. ഓക്കെ, ഭയങ്കര സന്തോഷം. അതിലും എന്നെ സന്തോഷിപ്പിച്ചത്, എക്സൈറ്റ് ചെയ്യിപ്പിച്ച വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ താങ്കൾ എമ്പുരാൻ സിനിമ കാണാൻ വേണ്ടി ലക്ഷദ്വീപ് ഒന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ഫാനാണോ? ഓ തീർച്ചയായിട്ടും. ലാലേട്ടന് ഇഷ്ടമില്ലാത്ത മലയാളികളില്ല. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലും ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ഉണ്ട്. പിന്നെ അതിലുപരി സിനിമ ഒരു ക്രേസ് ആണ് നമുക്ക്. പിന്നെ അതുപോലെ സിനിമ ചെയ്യാനും അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാൾ കൂടിയാണ്. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഓ തീർച്ചയായിട്ടും. അവസരം കിട്ടിയാൽ എപ്പോ അഭിനയിച്ചു ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിലേക്കുള്ള വരവെന്ന് തോന്നുന്നു. അല്ല, നമുക്ക് പൊതുവേ അങ്ങനെയാണല്ലോ. നമുക്കിപ്പോ നമ്മുടെ അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കൂ. അപ്പൊ എന്തായാലും കൊച്ചി
എന്താ സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്. ആ ഇഷ്ടം എനിക്ക് മനസ്സിലായി. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്റെ അറിവ് വെച്ചിട്ട് വൺ സൈഡ് 6,000 rupees 6,000 rupees ഉണ്ട്. അപ്പൊ 2 സൈഡ് ആകുമ്പോഴത്തേക്ക് എത്ര രൂപയായി? ടിക്കറ്റിന് ഒരു 250 സംതിങ് എമൗണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഇത് നമ്മുടെ സിനിമ ടിക്കറ്റിന് സിനിമ ടിക്കറ്റിന് 250 രൂപയുള്ളൂ. പക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടെ 12,000 രൂപ ആയിട്ടുണ്ട് അല്ലേ? ഫ്ലൈറ്റ് സ്റ്റേ എല്ലാം കൂടെ. ഏകദേശം ഓക്കെ, സിനിമയോടുള്ള താങ്കളുടെ ഇഷ്ടത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നാൽ ലക്ഷദ്വീപ് ഭയങ്കര ഭംഗിയുള്ള, കാണാനും അവിടുത്തെ രീതികളൊക്കെ അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടുത്തെ എനിക്ക് ട്രാവലിംഗ് പോസിബിൾ അല്ല, അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പം അവിടെ നിന്ന് അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയായിരുന്നു ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത്? അത് അങ്ങനെ എന്താ പറയാ, ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തോന്നി. മീൻസ് ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മുടെ ലക്ഷദ്വീപ് പൊതുവെ ഈ ഭയങ്കര മീൻസ് 8 കിലോമീറ്റർ, അതിനകത്ത് കുറച്ച് ആൾക്കാർ, ചുറ്റും കടല്, അങ്ങനത്തെ സ്ഥലമാണല്ലോ. നമുക്ക് എന്റർടൈൻമെന്റ്സ് കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ലോക്ക്ഡൌൺ. ആൾറെഡി ഞങ്ങൾ ഒരു ലോക്ക്ഡൌണിന്റെ അവസ്ഥയിലാണ് ഉള്ളത് പല സമയത്തും. അവിടെ വീണ്ടും ഒരു ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് തോന്നി തുടങ്ങി എന്തെങ്കിലും വീഡിയോ ചെയ്താലോ എന്നുള്ള ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ കുഴപ്പമില്ലാത്ത റെസ്പോൺസ്, കൊള്ളാം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അതിന്റെ പുറത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്. അവിടെ എന്റർടൈൻമെന്റിന് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അല്ലേ? എന്റർടൈൻമെന്റിന് സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റർടൈൻമെന്റ് പൊതുവെ കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പോ ഒരു വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല. കുറച്ച് ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് വണ്ടി ഓടിക്കുമ്പോൾ ആ അറ്റത്തും കടല്, ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഇപ്പുറത്ത് കടല്, ഏത് സൈഡ് പോയാലും കടലാണ്. അപ്പൊ നമ്മുടെ ഈ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് ഒരു കൊച്ചു ദ്വീപിനകത്ത് ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരാണ് നമ്മൾ ദ്വീപുകാരെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൊതുവെ എന്റർടൈൻമെന്റ്സ് കുറവാണ്. നമ്മുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ പോയിരിക്കുക, സംസാരിക്കുക, ചുമ്മാ വണ്ടി ഓടിക്കുക, പാട്ട് പാടുക, കൂട്ടുകൂടുക, അതൊക്കെ തന്നെയാണ് നമ്മുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ഒരു സ്ലാങ്ങും സംസാര രീതിയും വേറെയാണ്. പക്ഷെ നിങ്ങൾ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെങ്ങനെയാ മലയാളം പഠിച്ചത്? എങ്ങനെയാണ് അത്? പഠിച്ചു പോയതാണ്. അതായത് നമ്മളിവിടെ പഠിക്കും, നമ്മുടെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാ പഠിക്കുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കണമെങ്കിൽ മലയാളം പഠിച്ചേ തീരൂ. അപ്പൊ അങ്ങനെ പഠിച്ചു പോയതാണ്. അല്ലെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മലയാളം അറിയാം. മലയാളം സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന മലയാളത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മള് സ്ലാങ്ങിൽ ചെറിയ ഒരു സംസാര രീതിയിൽ അതെങ്ങനെയായിരിക്കും? എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? നമ്മളിപ്പം ഞാൻ മലയാളിയാണ്, മീൻസ് മലയാളം ഇടുക്കിയാണ് എന്റെ സ്വദേശം. അപ്പം എനിക്ക് ചില അക്ഷരങ്ങൾ പെട്ടെന്ന് വരാത്തൊരു വ്യക്തിയാണ്. ഭൂമി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കും അതറിയാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ സ്ലാങ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഭാഷയിൽ. ഇപ്പോ ഞങ്ങൾ പാ ഉപയോഗിക്കൽ കുറവാ. പത്രം എന്ന് പറയും. പത്രം. പേപ്പറിന് പേപ്പർ, പാലിന് ഫാൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ചായക്ക് പകരം ഷാ യൂസ് ചെയ്യുന്നുണ്ട്. ഷായ എന്ന് പറയും. പിന്നെ ചേട്ട, പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങനെ ചാ വെച്ച് ഉപയോഗിക്കുന്ന ചിത്രം അങ്ങനെയൊക്കെ പറയും. നമ്മളങ്ങനെ ചായക്ക് പകരം ഷായും പായ്ക്ക് പകരം ഫായും ഉപയോഗിക്കാറുണ്ട്. കുറച്ചു നേരം നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ? നമ്മുടെ ഭാഷയിലോ? ഞാൻ റെഡിയാണ്. പക്ഷെ വല്ല മനസ്സിലാവും. ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും മാക്സിമം. എന്നാ പിന്നെ ഞങ്ങളുടെ ഭാഷയിലോ? എങ്കിൽ പിന്നെ ഞാൻ ഞങ്ങളുടെ ഭാഷയിൽ റിപ്ലൈ തരും കേട്ടോ. ഓക്കെ. കുറച്ചു നേരമേ എന്റെ കൈവിട്ട് പോകുമ്പോ ഞാൻ സുല്ലിടും കേട്ടോ അവിടെ. ഓക്കെ. അപ്പം ലക്ഷദ്വീപിലുള്ള ആൾക്കാര് എങ്ങനെയാണ്? അവരുടെ ഒരു രീതി എങ്ങനെയാണ്? ഞങ്ങളെ രീതി എന്നാന്ന് കേട്ടാ, നിങ്ങൾ എങ്ങനെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ? ഞങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോ നേരത്തെ പോലെ ചുറ്റും കടലുള്ള ഒരിടം, അതിനുള്ള കുറെ ആൾക്കാരെ ഇങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് ഒരിടം. അങ്ങനെ അതിനപ്പുറം പിന്നെ നമ്മള് ചെറിയ കാര്യങ്ങളെല്ലാം വലിയ സന്തോഷങ്ങളെല്ലാം കണ്ടെത്തി ജീവിച്ചു പോകേണ്ട ഒരു കൂട്ടം സമൂഹം എന്നാണ് നാം വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ ലക്ഷദ്വീപ് ഉള്ളത്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്തായിരിക്കും? കിലാഞ്ചി ഉണ്ട്, പിന്നെ ഇട്ടുബന്തി ഉണ്ട്, പിന്നെ മീൻ പറ്റിച്ചുണ്ട്, അങ്ങനെ. പിന്നെ മീനാണ് ഞങ്ങളെ മെയിൻ. മീൻ കൊണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ മീൻ ഞങ്ങളൊരു മെയിൻ
സാധനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആണല്ലോ, അതെ ഫ്രഷ് ഇടയ്ക്ക് എന്റെ മലയാളം വന്നു പോകുന്നുണ്ടല്ലോ. അത് കുഴപ്പമില്ല. ഫ്രഷ് മീനാണ് നിങ്ങൾക്ക് അധികം കിട്ടുന്നത്. അപ്പൊ മീൻ ഞങ്ങളൊരു ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അങ്ങനെ. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കുറെ വസ്ത്ര രീതികളുണ്ട് അവിടുത്തെ. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇന്റർവ്യൂലേക്ക് വന്നപ്പോ ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലൊക്കെ വരുന്നു. അപ്പം ഈ കൊച്ചി വന്നതിന്റെ ഭാഗമായിട്ട് മാറ്റിയതാണോ അതോ കപ്പൽ കയറുമ്പോ ഞങ്ങൾ കപ്പൽ കയറിയപ്പോ വസ്ത്രം മാറ്റിയെന്നുള്ളതാണ്? അങ്ങനെയല്ല, നമ്മളിപ്പോ അവിടെ ഉള്ള സമയത്ത് ഞങ്ങളതായിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ ഞങ്ങ വിഷയം പറയേണ്ട സമയത്ത് ഞങ്ങളെ ഭാഷയിലാണ് ഞങ്ങൾ വിഷയം പറയാന്. അല്ലാത്ത സമയത്ത് ഇപ്പൊ നിങ്ങളവിടെ വിഷയം പറയേണ്ടി വരും, മലയാളത്തിൽ വിഷയം പറയും, മലയാളത്തിൽ പറയും. അപ്പൊ ഞങ്ങൾ തമ്മിൽ നിങ്ങളെ മലയാളത്തിൽ ഞങ്ങൾ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെയുള്ള പരിഷ്കാരികൾ എന്നാണ് പറയാന്. നിങ്ങൾ പരിഷ്കാരികൾ. നിങ്ങളെ വിഷയം മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ലക്ഷദ്വീപിൽ പരിഷ്കാരികൾ. അല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഞങ്ങൾ പരിഷ്കാരികളാണ്. പക്ഷെ ഞങ്ങൾ പഠിപ്പിക്കേണ്ട എല്ലാം മലയാളത്തിൽ തന്നെയാണ്. അങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ മലയാളത്തിൽ തന്നെയാണ്. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകാത്തത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് കുറെ സംസാരിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് അല്ല, ഞാൻ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കണ്ടിട്ട് തോന്നിയില്ല. വേറൊരു സത്യം എനിക്ക് മനസ്സിലായോ? ഇവിടെയുള്ള ഞാൻ ഒഴികെ ബാക്കിയുള്ള ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടോ, അപ്പൊ തന്നെ മനസ്സിലായി ഒരു പുച്ഛഭാവം. നമുക്ക് സാധാരണ മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ. അപ്പം എപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുള്ള കുറെ വീഡിയോസിലൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ആചാരങ്ങൾ, ഇപ്പൊ കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊക്കെയാണ്. അപ്പം അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു രീതി? എങ്ങനെയാണ് ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ആചാരങ്ങൾ കേട്ടോ. അതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കല്യാണത്തിന്റെ കേട്ടോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞ 1-2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് നേരം വെളുപ്പിക്കാൻ പാടില്ല. അതായത് ഞാനിപ്പോ എന്റെ ഒരു കല്യാണം കഴിഞ്ഞെന്ന് വിചാരിക്കും. കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഞാൻ രാത്രി പെണ്ണിന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പൊക്കോണോ. നേരം വെളുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാ. ഒളിച്ചു പോകുന്ന പരിപാടിയാ. നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അഥവാ നേരം വെളുത്തിട്ട് ഭാര്യ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ പകൽ വിളി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരം വെളുത്തിട്ട് ഭാര്യ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോകാൻ പാടില്ല. അഥവാ അതിന് നേരം വെളുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാണ്, ആകെ നാണക്കേടാ. പിന്നെ പെണ്ണിന്റെ വീട്ടിലാട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആചാരം പകൽ വിളി എന്ന് പറയും. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ കല്യാണം ഇപ്പൊ ഓരോ ദ്വീപിലും ഓരോ വ്യത്യസ്തമായ രീതികളാണ്, പല രീതികളുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരാഴ്ചത്തോളം പെണ്ണ് ചെക്കന്റെ വീട്ടിലും ചെക്കൻ പെണ്ണിന്റെ വീട്ടിലും താമസിക്കുന്ന ഒരു പരിപാടിയുണ്ട്. രണ്ടുപേരും സെപ്പറേറ്റ് ജീവിക്കും. മറ്റേ അപ്പൊ ഫസ്റ്റ് നൈറ്റ് കൂട്ടിന് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ പോകും, നമ്മുടെ ഫ്രണ്ട്സിന് ഫസ്റ്റ് നൈറ്റ് കൂട്ടി സിനിമ കണ്ടവല്ലാണ് നടുക്ക് ഞാൻ കിടക്കും. അല്ലല്ല, അങ്ങനെയല്ല, നമ്മള് മാത്രം ഉണ്ടാവും കേട്ടോ. നമ്മൾ മാത്രം ഉണ്ടാവും മീൻസ് നമ്മുടെ ഫ്രണ്ട്സും നമ്മള്. ഞാനങ്ങനെ കൂട്ടിനൊക്കെ പോയിട്ടുണ്ട്, ചുമ്മാ വെറുതെ. അങ്ങനെ മീൻസ് അങ്ങനെയാണ് അവിടെ പരിപാടി, അങ്ങനെയാണ്. അതൊക്കെ കൊള്ളാം. അങ്ങനത്തെ കുറെ ആചാരം. പിന്നെ മിനിക്കോ എന്ന് പറയുന്ന ദ്വീപുണ്ട്. അത് ഭയങ്കര മൊത്തത്തില് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി അവിടെ പിടിക്കുന്നത്. അവിടുത്തെ ഭാഷ ആണെങ്കിലും അവിടുത്തെ വസ്ത്രധാരണ രീതി ആണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറെന്റാണ്. പിന്നെ അതുപോലെ അവിടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഡോമിനേഷൻ, കുറച്ചുകൂടി പ്രിയോറിറ്റി ഉള്ള സ്ഥലമാണ്. കാരണം അവരുടെ ആൾക്കാരൊക്കെ മീൻസ് പുറത്തധികവും ഈ ഫോറിൻ ഷിപ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് അവിടെ കുടുംബം നോക്കുന്നതും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന സ്ത്രീകളാണ്. അപ്പൊ അവിടുത്തെ വസ്ത്രധാരണ രീതിയിലും അവര് മലയാളം സംസാരിക്കുന്നത് തന്നെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അവരുടെ മലയാളം ഇപ്പൊ ഞാനിപ്പോ അവരുടെ മലയാളം ഞാനവരെ കളിയാക്കുന്നില്ല, പക്ഷെ അധികം അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് കുരച്ച് മലയാളം അറിയാം, അങ്ങനെ ആ രീതിയിലാണ് അവർ സംസാരിക്കുക. അല്ല, ശരിക്കും അവർ സംസാരിക്കുന്നത് ഈ ഇപ്പൊ മുമ്പ് സംസാരിച്ച പോലെയാണോ അതോ വേറെ സ്ലാങ് സംസാര രീതി? അവരുടെ സംസാര രീതി, അവരുടെ സ്ലാങ് ഭയങ്കര വ്യത്യാസം. മീൻസ് നമുക്ക് പോലും മനസ്സിലാവില്ല. ഇപ്പൊ ഞാനിപ്പോ മിനിക്കോല് പോയി കഴിഞ്ഞാൽ ഞാൻ പോലും വായ വിളിച്ച് നിൽക്കും അവരുടെ ചില ആചാരങ്ങളും അവരുടെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് മിനിക്കോല് ഇപ്പോ ഞങ്ങളുടെ പേരെന്താന്ന് എങ്ങനെയാ ചോദിക്കാന്ന് അറിയോ? നമ്മുടെ ഭാഷയിൽ എങ്ങനെയാ ചോദിക്കുക? പേരെന്താന്ന് എങ്ങനെയാ ചോദിക്കുക എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളുടെ ഭാഷയിൽ പേരെന്താണെന്ന് എങ്ങനെ ഏകദേശം കറക്റ്റ് ആണ്. ഫെയർ എന്നെ ചോദിക്കും. അവരുടെ ഭാഷയിൽ എങ്ങനെയാണെന്ന് അറിയോ? തിബ നാം കേക്കത്തി. തിബ
തിബ, നാം കേക്കത്തെ, അതാണ് മഹല്. ഇവർക്കൊരു ലിപി ഉണ്ട്. ഓ ലക്ഷദ്വീപിൽ ലിപിയുള്ള ഒരേ ഒരു ഭാഷ മഹലാണ്. ഓ ഏകദേശം നമ്മുടെ മാൽദീവ്സുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇവരുടെ കൾച്ചറും ലാംഗ്വേജും എല്ലാം മാൽദീവ്സുമായിട്ട് കണക്റ്റഡ് ആണ് മിനിക്കോയ്. ഇപ്പോൾ എൻ്റെ ദ്വീപിൽ നിന്ന് മിനിക്കോയിലേക്ക് പോകണമെങ്കിൽ 8 മണിക്കൂർ യാത്ര ചെയ്യണം. പക്ഷെ മിനിക്കോയിൽ നിന്ന് മാൽദീവ്സിലേക്ക് 4 മണിക്കൂർ മതി. പക്ഷെ പോകാൻ പറ്റില്ല, ഇന്റർനാഷണൽ ബോർഡറാണ്. അപ്പൊ അങ്ങനെ മിനിക്കോ എന്തുകൊണ്ടും ഭയങ്കരമായിട്ടുള്ള ഭംഗിയുണ്ട്. എല്ലാം ആചാരങ്ങളും എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. അവിടെ വില്ലേജ് സിസ്റ്റം ഉണ്ട്, ഓരോ വില്ലേജിനും ഓരോ മൂപ്പന്മാരുണ്ട്. അങ്ങനെ മിനിക്കോയെ കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം ഒരിടയ്ക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിടയ്ക്ക് മീൻസ് ആ കോവിഡിന്റെ ആ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഭരണം മാറി, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. അവിടെ കുറേ റൂൾസ് വന്നു. മീൻസ് ഒന്ന് മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട്, പിന്നെ ബീഫ് നിരോധിക്കുന്നു. അതേപോലെ തന്നെ ഈ 3 കുട്ടികൾക്ക് മേലെയുള്ള ആൾക്കാരെ ഇലക്ഷൻ മീൻസ് പഞ്ചായത്ത് ഭരണത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക, റോഡ് വികസനം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പം അതൊരു വലിയ പ്രശ്നങ്ങളായിട്ട് സേവ് ലക്ഷദ്വീപ് എന്ന് ഹാഷ്ടാഗോട് കൂടിയിട്ട് ഒത്തിരി സാധനങ്ങൾ പോയിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ ലക്ഷദ്വീപിന്റെ അവസ്ഥ എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എക്സിക്യൂട്ട് ചെയ്തോ അതോ വേറെ മറ്റു രീതിയിലേക്കാണോ കാര്യങ്ങളൊക്കെ പോയത്? എന്താണ് അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പല കാര്യങ്ങളും ഇപ്പോ എന്താ പറയാ, പലതും ഒരു എങ്ങനെയപ്പോ അത് പറയാ, എന്താന്ന് വെച്ചാല് ഈ ബീഫ് നിരോധനമൊക്കെ അവിടെ പ്രാവർത്തികമാക്കിയോ? ബീഫ് നിരോധനം പ്രാവർത്തികമാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫ് നിരോധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ബീഫ് കൊണ്ടുവരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ബീഫ് കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ബീഫ് ഒരു പശുവിനെ എവിടെ നിന്ന് പോത്തിനെ എവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് ബീഫ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവ നിരോധിച്ചോ എന്ന് ചോദിച്ചാൽ നിരോധിച്ചിട്ടില്ല. പക്ഷെ കൊണ്ടുവരാൻ പറ്റും. ശരിക്കും കിട്ടാറുണ്ടോ? കഴിക്കാൻ കിട്ടാറുണ്ടോ? കഴിക്കാൻ കിട്ടാറുണ്ട്. ഇപ്പൊ കിട്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവരും, വെട്ടിയിട്ട് കൊണ്ടുവരും. വെട്ടിട്ട് കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ല, ജീവനോടെ കൊണ്ടുവരുന്നതിന് പ്രശ്നം. പക്ഷെ എന്നാലും ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഇങ്ങനത്തെ കല്യാണങ്ങളായാലും പിന്നെ പള്ളിയിൽ ചീരണി, നേർച്ച, ആണ്ട് നേർച്ച ഒക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ. അപ്പൊ അതിനൊക്കെ ആൾക്കാർക്ക് അതിലൊരു എന്താ പറയാ, ഈ കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഭയങ്കര ഒരു സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയായിരിക്കും അവിടുത്തെ? പ്രധാനമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്താന്ന് വെച്ചാല് നമുക്ക് മെയിനായിട്ട് മീൻ കൊണ്ടുള്ള പിന്നെ തേങ്ങാച്ചോറും മീൻ പറ്റിച്ചയും എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഞങ്ങളുടെ ലക്ഷദ്വീപിന്റെ ഒരു എന്താ പറയാ, ലക്ഷദ്വീപിൽ ആരുടെ ആ തേങ്ങാച്ചോറ് മീൻ പറ്റിച്ച നമുക്കൊരു ഗൃഹാതുരത്വം നടത്തുന്ന ഒരു സാധനം. അതെ അതെ. ഇപ്പൊ ലക്ഷദ്വീപിലെ ഏതൊരാള് അതിനെ കുറിച്ച് കേൾക്കുമ്പോഴും അത് ഭയങ്കര എന്താ പറയാ, അവർക്കൊരു കൈൻഡ് ഓഫ് ഒരു കൊതി തോന്നുന്ന ഒരു സാധനം തേങ്ങാച്ചോറ് മീൻ പറ്റിച്ച്. അത് പല ദ്വീപിലും പല ദ്വീപിലും പല പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ അതിന് തേങ്ങാച്ചോറ് മീൻ പറ്റിച്ചെന്ന് പറയും. പിന്നെ ചില നാട്ടില് തേങ്ങാച്ചോറും മുളകണ്ണി എന്ന് പറയും. പിന്നെ ചില ദ്വീപില് തേങ്ങാച്ചോറും നീറും എന്ന് പറയും. അങ്ങനെ പക്ഷെ എല്ലാം സംഭവം ഒന്ന് തന്നെയാണ്. അത് ഞങ്ങളുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ലക്ഷദ്വീപുകാരുടെ. അതുപോലെ തന്നെ അവിടെ വേറെ മദ്യം നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യങ്ങളായിരുന്നു. അപ്പം അന്നത്തെ അവസ്ഥയിൽ ഒരു മദ്യം കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു. മദ്യം കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, മദ്യം കൊടുക്കുന്ന ഒരു ദ്വീപേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കവരത്തിയിലും ഒരു ബാർ ഉണ്ട്, ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയ പോലെ കയറിയിരുന്ന് അടിക്കാനൊന്നും പറ്റില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞാൻ വരുന്നില്ല ബ്രോ. ഇല്ല പറഞ്ഞതാണ്, അവിടെ കയറിയിട്ട് അടിക്കാൻ പറ്റില്ല. അല്ല, ആ ചോദ്യം കേട്ടപ്പോ എനിക്കൊരു ആവേശം ഫീൽ ചെയ്തു. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, കുഴപ്പമില്ല. ഇല്ല ഞാൻ മദ്യപിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ആവേശം കണ്ടപ്പോ ചോദിച്ചു മാത്രം. അല്ല, ഞാനിങ്ങനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. അല്ല, അവിടെ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ അവിടുത്തെ ബാറിൽ മദ്യം കൊടുക്കുള്ളൂ. പക്ഷേ ഗവൺമെന്റ് എംപ്ലോയി ആയാൽ മാത്രം കൊടുക്കില്ല. ഇപ്പൊ നിങ്ങള് ഇപ്പൊ എന്റെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ് തരും. ആ കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയി മദ്യപിക്കാൻ പറ്റും. മദ്യപിക്കാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റില്ല. ബാറിൽ ഇരുന്നിട്ട് മദ്യപിക്കാം. ആ ബാറിൽ ഇരുന്നിട്ട് മദ്യപിക്കാം, കൊണ്ടുപോകാൻ പറ്റില്ല. അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അടിക്കാം. കപ്പാസിറ്റി അനുസരിച്ച് അവിടെ പുറത്തേക്കൊണ്ടല്ലേ ഞാൻ വിചാരിച്ചിട്ട് പട്ടാളത്തിലൊക്കെ ഉള്ള പോലെ അങ്ങനൊന്നുമില്ല. ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല അടി അടിക്കുന്നുണ്ട് അവിടെ.
ഓക്കെ. അതേപോലെ എന്നെ പിന്നെ കണ്ടെന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിൻ വെച്ച് നോക്കുമ്പോൾ അധികം ട്രാഫിക് ഇല്ലാത്ത കുറച്ച് വാഹനങ്ങൾ മാത്രമുള്ള സ്ഥലമാണ്. അധികം ട്രാഫിക് ഒന്നുമല്ല, ട്രാഫിക്കേ ഇല്ല. ഇല്ല. അപ്പം അവിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. 7 മീറ്റർ എന്തോ ആക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിലവിൽ വന്നു? ഇല്ല, അത് നിലവിൽ വന്നിട്ടില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോ കോൺക്രീറ്റ് റോഡാണ് അവിടെ. ഇപ്പൊ നിലവില് 3 മീറ്ററോ 5 മീറ്റർ, എത്ര 5 മീറ്റർ 3 മീറ്റർ അല്ലെ, 3 മീറ്റർ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതില് ഒരു 5 മീറ്റർ 7 മീറ്റർ ആക്കണം, 7 മീറ്റർ 10 മീറ്റർ, എത്ര 9 മീറ്റർ ആക്കി വികസിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ആൾക്കാര് അതില് ആശങ്കയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്നിരുന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട്, ഈ റോഡ് വികസനം എന്നുള്ളത് കാര്യത്തിനോട്? കാരണം അത്രയും ആളുകൾക്ക് താമസിക്കാനുള്ള സ്പേസ് കുറവാണ്. ഇല്ല, റോഡ് വികസനം തീർച്ചയായിട്ടും വികസനം അത് വേണം. അതൊരു പക്ഷെ അത് ജനങ്ങളെ ഉണ്ടാകുമ്പോൾ അത് എന്തായാലും എല്ലാവർക്കും വിഷമമല്ലോ. ഇപ്പൊ ഞാനും ഒരു ദ്വീപുകാരനാണ്. ഇപ്പൊ ഞാനിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ദ്വീപുകാരനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പലരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു വിഷമം വരുമല്ലോ. അപ്പൊ നാട് വികസനം വേണം. വികസനം എല്ലാവരും, അവിടെ ആരും വികസനത്തെ എതിർക്കുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷേ അതൊരിക്കലും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതെന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള അവസ്ഥ. അവിടുന്ന് കൊച്ചിയിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഫീൽ എന്താണ്? അവിടുന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ വിശാലമായിട്ടുള്ള ലോകത്തേക്ക് വരാം. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ഓടിച്ച് പോവാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോവാം. ഇപ്പൊ ഇവിടെ നിന്ന് ഇന്ന് രാത്രി എനിക്ക് തോന്നാൻ എനിക്കൊന്ന് മൂന്നാർ വരെ പോകണം, ഞാൻ മൂന്നാർ വരെ പോകും, വണ്ടി എടുത്തിട്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് കശ്മീർ വരെ പോവാം. ലോകത്തിന്റെ ഏത് അറ്റത്തും പോകാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ എനിക്കിപ്പോ ഇന്ന് രാത്രി തോന്നാണ് എനിക്കൊന്ന് എറണാകുളം വരെ പോകണം, അല്ലെങ്കിൽ എനിക്കൊന്ന് അടുത്ത ദ്വീപ് വരെ പോകണം. നടക്കില്ല. ആകെ പാടം 36 ദ്വീപുകൾ, അതിൽ ജനവാസം ഉള്ളത് 10 10 പോലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. 10 ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിയ പോലെ ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ എനിക്കിപ്പോ സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പോകാൻ പറ്റില്ല. കാരണം അവിടെ കാലാവസ്ഥ ഒന്നാമത് എങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ കണക്ടിവിറ്റി ഒരു വിഷയമാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്ക് ഒരു കപ്പലേ ഉള്ളൂ. അപ്പൊ ഒരു കപ്പൽ വെച്ചിട്ടാണ് കണക്ടിവിറ്റി, കാരണം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളും നമുക്കുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എവിടെ വേണേലും പോവാം. ലോകത്തിന്റെ വണ്ടിയും പെട്രോൾ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ അവിടെ കയ്യില് കാശും, അവിടെ കയ്യില് കാശുണ്ടായിട്ടും കാര്യമില്ല. ഞങ്ങളുടെ തെക്കൻ തല എന്ന് പറയും. തെക്കൻ തലയും വടക്കൻ തലയും നാടിന്റെ 2 തലകളാണ്, അറ്റങ്ങളാണ്. അപ്പൊ തെക്കൻ തലക്ക് വണ്ടി ഓടിച്ചു പോകും, പിന്നെ വടക്കൻ തല ബാക്കി ഓടിക്കും. ഒരു 8 കിലോമീറ്റർ ഉണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ചുരുങ്ങിയത് മിനിമം ഒരു ദിവസം ഒരു 5-6 തവണയെങ്കിലും ഞങ്ങൾ റൗണ്ട് അടിക്കും, അല്ലെ? നമ്മളൊരു 5-6 തവണയെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ കഥകൾ പറഞ്ഞ്. ഇപ്പൊ പുറമേ നിന്നുള്ള ആൾക്കാർ വിചാരിക്കും ഇവരെന്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ. നിങ്ങൾക്കൊക്കെ ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റിനപ്പുറം നിങ്ങൾക്കൊന്നും അവിടെ ഒന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ വന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് പണിയെടുത്ത് ജീവിക്കുന്നതും കല്യാണം കഴിച്ചവരും ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരു ഭയങ്കര ലിമിറ്റഡ് ആണ് പരിപാടികളൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പറഞ്ഞു, അവിടെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം TV അങ്ങനെയുള്ളതാണ് പ്രധാന വിനോദം, തിയേറ്റർ ഇല്ല. അത് എങ്ങനെ കഴിയുന്നു എന്നുള്ളത്? ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ 1-2 വർഷമായിട്ട് നെറ്റ്വർക്ക് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഇപ്പൊ ഞാനൊക്കെ ആദ്യം ബ്ലോഗ് തുടങ്ങിയ കാലത്തില് തെങ്ങിന്റെ മുകളിലൊക്കെ ഫോൺ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചില സ്ഥലത്ത് മാത്രമേ നെറ്റ്വർക്ക് കിട്ടൂ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഫോൺ വെക്കും, തെങ്ങിന്റെ സൈഡിലൊക്കെ ഫോൺ വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കും, ചിലപ്പോ എറർ ആയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും പിറ്റേന്ന് വെക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ PUBG കളിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ലൈറ്റ് ഹൗസിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. PUBG കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിരുന്ന് PUBG കളിക്കും. ഹൈറ്റിലല്ലേ, അപ്പൊ കുറച്ച് നെറ്റ്വർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവിടെ അവിടെ നിന്ന് കുറെ അധികം ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പല തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഇപ്പൊ അവിടെ വരുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാരണമുണ്ട്, സ്ത്രീകളുടെ ഒരു ഇക്വാലിറ്റി, സ്ത്രീകളുടെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടുന്ന് എല്ലാം ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുക. അപ്പൊ അവിടെയുള്ള ഒരു സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം എങ്ങനെയായിരിക്കും? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എങ്ങനെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം? സ്ത്രീകൾക്ക് അവിടെ ഇപ്പോ സ്വാതന്ത്ര്യത്തിന് കുറവൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില്. കാരണം
സ്വാതന്ത്ര്യം എന്ന് പറയും. ഇപ്പൊ സ്വാതന്ത്ര്യം എന്നോട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതാദ്യം ഒന്ന് പറയാൻ പറ്റൂ. എന്താണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടേക്ക് ഇപ്പം എപ്പോഴും പറയപ്പെടുന്നത് രാത്രി ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ജോലി സ്ഥലങ്ങളിൽ ഈക്വൽ വേതനം, ഈക്വൽ റൈറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ ജോലിക്ക് വിടാത്ത പ്രശ്നങ്ങൾ, മരുമക്കളോട് പ്രശ്നം, അമ്മായിമ്മ പ്രശ്നം, സ്ത്രീധന പ്രശ്നം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീധനം പ്രശ്നമല്ല, പുരുഷധനമാണ് അവിടെ പ്രശ്നം. ഞങ്ങള് പൈസ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്തിട്ടാണ് കല്യാണം 10-15 ലക്ഷം കയ്യിലില്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റില്ല അവിടെ. പിന്നെ അതുപോലെ ഈ സ്ത്രീ സുരക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, അവിടെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു സെൻസിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ രാത്രി കാലങ്ങളിൽ ആർക്കും വേണമെങ്കിൽ പുറത്തിറങ്ങി നടക്കാം, ബീച്ചിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം. ബീച്ചിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും, ഫാമിലി ആയിട്ട് ബീച്ചിൽ കിടന്നുറങ്ങുന്നവരെ കാണാൻ പറ്റും. രാത്രി ഏറെ വൈകുവോളം റോഡിലൂടെ നടക്കുന്ന സ്ത്രീകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിനൊന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇപ്പം അവർക്കാണെങ്കിലും കൂടുതൽ ഒരു ഫ്രീഡം വേണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാറ്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ റീസെന്റ് എന്റെ നാട്ടിലൊരു സംഭവം, കുറച്ച് സ്ത്രീകൾ കൂടി നടത്തുന്ന ഒരു ചായക്കട ഉണ്ട്, ഒരു പന്തൽ എന്ന് പറഞ്ഞിട്ട്. ആ ചായക്കടയിലുള്ള സ്ത്രീകളൊക്കെ അവർ ആ ചായക്കടയിൽ നിന്ന് കിട്ടിയ പൈസയുടെ ലാഭം കൊണ്ട് കശ്മീർ വരെ ട്രിപ്പ് പോയി. അത് 40-40 മുകളിൽ പ്രായമുള്ള സ്ത്രീകളാട്ടോ. അപ്പൊ അവരൊക്കെ കശ്മീരും കാര്യങ്ങളൊക്കെ പോയി വന്നു. അതൊക്കെ നമുക്കൊരു എന്താ പറയാ, അത് കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുതിയ ജനറേഷൻ ഇപ്പോഴുള്ള നിലവിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല ലക്ഷദ്വീപുകാരൊക്കെ. ഇപ്പൊ എന്താ പറയാ, പുതിയ പരിപാടികളും, പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്, പുറത്ത് പോയി പഠിക്കുന്നവരുണ്ട്. ഈവൻ അമേരിക്കയിൽ പോയി പഠിക്കുന്ന എൻ്റെ ഒരു കസിൻ അമേരിക്കയിൽ വരെ പോയി പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. സ്ത്രീകളും കുറച്ചുകൂടി ബ്രോഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം വസ്ത്രധാരണത്തിനെ പറ്റി നമ്മളൊന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. എങ്കിലും കണ്ട വീഡിയോസിലൊക്കെ ലേഡീസിന്റെ ഒരു വസ്ത്രം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് ഫുൾ ഫ്രില്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഉടുപ്പ് പോലത്തെ ഒരു സാധനം ഞാൻ കണ്ടത്. നിങ്ങളുടെ തന്നെ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. അത് മിനിക്കോയ് ദ്വീപിലെ ആൾക്കാരാണ്. പിന്നെ നമ്മുടെ വലിയ ഉമ്മമാരൊക്കെ മുണ്ടെടുക്കും. ഇപ്പൊ പഴയ മലപ്പുറം, കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ഒരു 80-90 കാലഘട്ടങ്ങളിൽ ആ ഒരു സാധനം ഇപ്പോഴും നമ്മുടെ നാട്ടില് ഉമ്മമാര് പിടിക്കുന്നുണ്ട്. പക്ഷെ പുതിയ ജനറേഷനിലെ കുട്ടികളൊക്കെ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യും. അവർ കൊച്ചിയിൽ വന്നാൽ അടിപൊളിയാവും, പിന്നെ നാട്ടിൽ വന്നാൽ അടിപൊളിയാവുന്നവരുണ്ട്. അങ്ങനെയാണ്. അപ്പൊ പുതിയ ജനറേഷൻ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് അവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാം, ഏത് രീതിയിൽ നടക്കാം എന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട്? മീൻസ് അതിനെ എതിർക്കുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. അതിപ്പോ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ കുഴപ്പമുള്ളവർക്കാണെങ്കിൽ അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയല്ലേ വസ്ത്രം. അതിപ്പോ ചില ഫാമിലീസിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെയാണ് അവിടെയും. പക്ഷെ എന്ന് പറഞ്ഞാലും അപ്പൊ അവിടെ വന്നിട്ട് മോഡേൺ ആവുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവ് ഇല്ലാന്നില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അവരൊക്കെ കൊച്ചിയിൽ വന്നാല് മോഡേൺ ആവും. ഓക്കെ. അതേപോലെ തന്നെ ആചാരങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കും. കൂടുതലും എനിക്ക് തോന്നുന്നു മുസ്ലിം കൾച്ചറും മുസ്ലിം രീതികളാണ്, മുഴുവനും മുസ്ലിംസ് ആണ്. വേറെ അന്യ മതസ്ഥരുള്ളത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ് മുസ്ലിംസേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ ചോദിച്ചാല് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല, പക്ഷെ അത് പണ്ട് മുതലേ നമ്മുടെ അവിടെ മുസ്ലിംസ് ആണ്. ഇപ്പൊ പഴയ ഒരുപാട് എന്താ പറയാ, ഈ നമ്മുടെ ഈ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ ഔലിയാക്കളും അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ അന്ന് ഹസ്രത്ത് ഉബൈദുല്ല എന്ന് പറയുന്ന ഒരാള് തങ്ങൾ വന്നിട്ട് അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്നാണ് ഉള്ളൊരു അറിയപ്പെടുന്ന ഒരു ചരിത്രം. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ലക്ഷദ്വീപിൽ മുസ്ലിം മതം പ്രചരിച്ചെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അതിനു മുമ്പ് അവിടെ ഈ പല ഹിന്ദു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഹസ്രത്ത് ഉബൈദുല്ല തങ്ങളിലൂടെയാണ് അവിടെ ഇസ്ലാം മതം പ്രചരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തില് ആൾക്കാരെല്ലാം മുസ്ലിംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് മറ്റു മതക്കാരെ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇപ്പൊ പുറമേ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അമ്പലം വരെ അവിടെ പണിതിട്ടുണ്ട്. അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന ആളെന്ന നിലയിൽ ഒരു അന്യമതസ്ഥലുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചിരിയിൽ എന്തോ ഉണ്ടല്ലോ. എല്ലാം ചിരിച്ചു പോയതാണ് അത്. അങ്ങനെ മീൻസ് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ഒരു സ്റ്റോറി പറയാം നമുക്ക്. അല്ല, നമ്മള് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പൊ കല്യാണം കഴിച്ച അന്യമതസ്ഥരെ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്.
അങ്ങനെ വന്നാൽ ഇപ്പൊ എന്താ പറയാ, അതിപ്പോ ചില ഫാമിലി ചിലരുടെ ആൾക്കാരുടെ ഒരു സെറ്റപ്പ് മീൻസ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ അതിനെ കുറിച്ച് അല്ല, അവരെ ഉൾക്കൊള്ളുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വേറെ ജാതിയിൽ കല്യാണം കഴിക്കും. ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്നതാണ് അന്യമതസ്ഥനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കൊലപാതകം വരെ ഉണ്ടായിട്ടില്ല. ഇല്ല അങ്ങനെ കൊലപാതകം കാര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വെക്കണോ? അത്രയുള്ളൂ. ആ ദ്വീപില് താമസിക്കാൻ പറ്റും. ദ്വീപിലൊക്കെ താമസിക്കുന്നവരുണ്ട്, അന്യമതസ്ഥരെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മുടെ വീട്ടുകാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നിങ്ങളുടെ വീട്ടുകാർക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ല. അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ തന്നെയാണ്. ഈ വ്ളോഗിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ? അയ്യോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ഷൈ ആയിട്ടുള്ള നേരത്തെ ഉണ്ടല്ലോ, നമ്മളിപ്പോ വീഡിയോ ചെയ്താലും പണ്ട് അനാർക്കലിയൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ആൾക്കാരൊക്കെ ഭയങ്കര ഒരു കുറച്ചുകൂടി കൺസർവേറ്റീവ് മൈൻഡ് കുറച്ച്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്നെ എടുത്തില്ലേ, എന്നെ വീഡിയോ എടുക്കണം, എന്റെ വീഡിയോ എടുക്കണം, എന്നെ വീഡിയോ ഉൾപ്പെടുത്തണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുള്ളത്. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ, നമ്മുടെ വീഡിയോ എന്താടാത്തത് ഞങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്ത്, അങ്ങനത്തെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ആൾക്കാർ. എല്ലാവരും ആ വീഡിയോ കണ്ടു നല്ല രസം കിട്ടും, അങ്ങനെ റോഡിൽ വഴിന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞല്ലോ, നെറ്റ്വർക്കും ഫാസ്റ്റ് ആണ്, ആൾക്കാർ വീഡിയോസും കാണുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു അവിടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ല, നിങ്ങളത് മനസ്സിലായി. അതല്ലാതെ ഒത്തിരി ബാക്കിയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ സിനിമ അവിടെ, പ്രത്യേകിച്ച് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലോ. സിനിമ കാണും, OTT ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുപാടുണ്ട് അവിടെ OTT-യിൽ. അപ്പൊ സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമയെ ഇഷ്ടപ്പെടുന്നതും ഇപ്പൊ സിനിമ നടന്മാരായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു 2-3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ദീപാരായിട്ടുള്ള 1-2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരു ഫരീദ് ഖാൻ ഉണ്ട്, പിന്നെ ഒരു നസീബ് നടിയത്ത് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു സീരിയലും കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് യാസർ ഉണ്ട്. പുള്ളിയുടെ സീരിയൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ്. ഈ സിനിമ അല്ലാതെ നിങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ് കലാപരമായിട്ടുള്ളത് എന്തായിരിക്കും? സിനിമ അല്ലാതെ മെയിൻ ആയിട്ട് എന്റർടൈൻമെന്റോ? സിനിമ അല്ലാത്ത സ്പോർട്സ്, അങ്ങനെ സ്പോർട്സിൽ ഇപ്പോ റീസെന്റ് നമ്മുടെ ഒരു ലക്ഷദ്വീപ്, നമ്മുടെ ദീവാറിനെ കവരത്തി ദീവാറിനായിട്ടുള്ള അക്രം എന്ന് പറഞ്ഞ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ റീസെന്റ് തായ്ലാൻഡിൽ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. പിന്നെ മുബസ്സിന എന്ന് പറഞ്ഞ ഒരു കുട്ടി, പുള്ളിക്കാരി സിൽവർ മെഡൽ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ ഒരു ഇവന്റിൽ മീൻസ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് മെഡൽ നേടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ലക്ഷദ്വീപ് ഇപ്പൊ മൊത്തത്തിൽ എന്താ പറയാ, എല്ലാ മേഖലയിലും ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്? ഞങ്ങളുടെ പാട്ടൊക്കെ ഉണ്ട്. അത് പാടാൻ പറ്റുമോ? പാടി റിസ്ക് എടുക്കണോ? അല്ല, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാകാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പാട്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ധോലിപ്പാട്ടാണ് മെയിൻ ആയിട്ട് പ്രചാരത്തിലുള്ള ഒരു സംഭവം. ധോലിപ്പാട്ട് മീൻസ് അതിന്റെ ധോലിപ്പാട്ടെന്ന് പറഞ്ഞാല് അത് ഈ വേറൊരു സ്ഥലത്ത്, ഈ മംഗലാപുരത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്നെത്തിയ ഒരു സാധനം എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ട്രഡീഷണൽ സാധനമായിട്ടാണ് ഈ ധോലിപ്പാട്ടിനെ നമ്മുടെ ആൾക്കാർ കാണുന്നത്. അപ്പൊ ധോലിപ്പാട്ട് എന്ന് പറഞ്ഞൊരു 2 വരി ഞാൻ പാടുന്നത്, അത് കല്യാണങ്ങളിൽ പാടും, പിന്നെ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻസിൽ കാര്യങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ പാടും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോൾ പാടാറുണ്ട്. ധോലിപ്പാട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ഒരു പാട്ടൊക്കെ വൈറലായി, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, മറ്റേ ഒരു ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ ദ്വീപിലെ ഒരു ദറാർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനാണ്. അപ്പൊ പുള്ളിയും ഒരു ധോലിപ്പാട്ട് വരണം. അപ്പൊ ഞാൻ എന്തായാലും ഒരു ധോലിപ്പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ ശ്രമിക്കാം. റിസ്ക് എടുക്കാം. നാറ് നൂറ് ഹവാമാ തുറാബ് ആറുമാറിൽ അറിന്തേ സവാബ് കൂറ് കൂടിയ തത്തമ്മ കൂട് കാണുവോരിൽ അലങ്കാര വീട് കാശിനും വീല പോരാത്ത കൂട് കാണുവോരിൽ അലങ്കാര വീട്. അടിപൊളി. ഒന്നും മനസ്സിലായില്ല, എങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ വിളിച്ചപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞതില്. അപ്പം സിനിമ ആസ്വദിക്കുന്ന ആൾക്ക് നമ്മള് ഒരു വലിയൊരു സിനിമ കാണാൻ വേണ്ടി പോവാണ് അടുത്ത ദിവസം. ഒപ്പം തന്നെ അതെ, ഞങ്ങളും അപ്പം സൗഹൃദങ്ങളെയും യാത്രകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന
ആൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു. ഒരുപാട് സന്തോഷം നിങ്ങളെ ഒരു അതിഥിയായി വന്ന് എന്റെ ജീവിതത്തിൽ മീൻസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. ഇനി വെച്ചടി കയറ്റമാവട്ടെ എന്ന് ഞാൻ അങ്ങനെയാണ് എന്റെ ഇന്റർവ്യൂ അല്ലേ, സെറ്റ് ആയിരിക്കും അല്ലേ? സപ്പോർട്ട് ചെയ്യും, ഗ്രൗണ്ട് സപ്പോർട്ട് ഒട്ടുമില്ല എങ്കിലും ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചടി കയറ്റായിരിക്കും. വെച്ചടി കയറ്റായിരിക്കും, അതിൽ എന്ത് സംഭവിക്കാം. ഓക്കെ താങ്ക് യു.